പിന്നെ പറയുമ്പോ എല്ലാം വേണമല്ലോ എല്ലാ പണി ഇന്നെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഓളുണ്ടോ സിമ്പിളായിട്ട് 10 അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചിടുന്ന പണി മാത്രം. ഹായ് അപ്പോ കുറച്ച് സൈഡ് വ്ളോഗൊക്കെ ചെയ്തിട്ട് സാധാരണ ഫുള്ള് ഷോട്ടും തല്ലും പിടിയും എന്തൊക്കെയാണ് മുത്തൂസിന് ആളുകളുണ്ട് എയറിലിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. പിന്നെ അപ്പൊ ഇന്നിപ്പോ ഇസ്ലാം രാജിന്റെ നോമ്പൊക്കെ അല്ലേ. അപ്പൊ ഇന്നത്തെ പരിപാടി അറിയുമ്പോ കുറച്ച് നോമ്പ് തുറക്കുള്ള കുറച്ച് സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ. അതെ, എന്തൊക്കെ സ്പെഷ്യൽ മുത്തൂസേ? പത്തിരി, ചിക്കൻ കറി, സമൂസയും പിന്നെ കസ്റ്റർഡ് ഈ പറഞ്ഞ പോലെ ഉമ്മ പണ്ട് ഗൾഫിൽ വന്നപ്പോ കൊണ്ടുവന്ന കസ്റ്റർഡിന്റെ അതാണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കേടല്ല പൗഡറാണ്. അപ്പൊ അതിപ്പോഴും തീർന്നിട്ടില്ല. അത് മുത്തൂസൊന്നും ഉണ്ടായി തരില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു സമൂസ ഒരു നോമ്പറക്ക് കോഴിക്കോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് വിഭവങ്ങളാണ്. എനിക്ക് ധാരാളമാണ്. പക്ഷെ മുത്തൂസിന്റെ അമ്മയാണെങ്കിൽ ഇപ്പൊ ഒരു 5-8 ഐറ്റെങ്കിലും ഉണ്ടാക്കിയിരുന്നു. പണിയാണ്, മടിയാണ്. എനിക്കൊന്നും ഉണ്ടാക്കി തരുന്നില്ല. ചിലപ്പോ ചോറൊക്കെ ഉണ്ടാക്കി തരുവാണെങ്കിൽ നമ്മളെല്ലാം നമ്മള് ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഒന്ന് നോമ്പുതറിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അല്ലേ മുത്തൂസേ? അത് ആ കാര്യത്തിൽ എനിക്കൊന്ന് കുറച്ച് ആലോചിക്കാണ്ട് അപ്പൊ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യും ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ ഞങ്ങൾ വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കല്ലോ. അപ്പൊ ഇങ്ങനെ മുന്നിൽ കൂടെ വെറുതെ അങ്ങോട്ട് നടക്കാം. കസ്റ്റർഡിനുള്ള ഐറ്റം ഉണ്ടോ? ഒരു ആപ്പിള്, ഒരു റുമ്മാന്, ഒരു ഗ്ലാസ് മുന്തിരി, കുറച്ച് പച്ചമുന്തിരി, പിന്നെന്താ റോബസ്റ്റും. ഇത്ര ഐറ്റംസുകള് കസ്റ്റർഡിന് വേണ്ടിട്ടുള്ളത്. തേങ്ങ വറുത്തത്, പിന്നെ പത്തിരി കുഴച്ച് ബോൾസ് ആക്കി കണ്ടു എന്റെ ബോൾസ്. തിന്നെ കറിയിപ്പിച്ചിന് മുത്തൂസേ. ഞാന് ഒരു കറിയണതോ ഞാനാണ് കറിയണ ശരിക്കും പറയാന്. എന്താണ് പഴം? പിന്നെ അടുക്കളയിലുള്ള പണിയുണ്ടോ? ഈ പറഞ്ഞ പോലെ പണിയെടുക്കുമ്പോ കച്ചറി സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ തൊലി അടിയിൽ കിടക്കണം. ഇതേപോലെ ഒക്കെ ഉണ്ടാവും കേട്ടോ. വൃത്തിയില്ലാതെ നിൽക്കണം. സഖി ഒരു കുല മുന്തിരി. നോമ്പാണ്. ഞാൻ ഒരു കാര്യത്തിൽ പണിയെടുക്കുമ്പോ ചോരാറിനെ പറ്റിക്ക. കുടിച്ചാളേ ഒന്നും അറിയില്ല. പൊട്ടത്തിയാലേ നാട്ടിലൊക്കെ വിളിച്ച് കാണിച്ചെടുക്കാണ്. എല്ലാ പണി ഇന്നെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഓളുണ്ടോ സിമ്പിളായിട്ട് 10 അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചിടുന്ന പണി മാത്രം. പത്തിരി പരത്തരുത് കണ്ടോ. കറി ഞാനിതാ കറി വെച്ചിരുന്നു. ഈ കറി ഇപ്പൊ റെഡിയാവും. അത് കഴിഞ്ഞിട്ട് എന്ത് പണി ഉണ്ടായിരുന്നു? ഈ സമൂസൊക്കെ ഉള്ളത് ഞാൻ ചെയ്ത പണി എന്താ എത്രങ്ങാനും ഫ്രൂട്ട്സ് ആണ് ഞാൻ കട്ട് ചെയ്തെന്നറിയാം. എനിക്ക് കണ്ടോ ഒരു പിടി. അപ്പൊ ഇത് ഇത്രയും ഫ്രൂട്ട്സ് ഞാൻ കട്ട് ചെയ്തോ. എന്നിട്ട് അവൾ ആകെ എടുത്ത പണി എന്താണ്? ഒരു കറി വെച്ചോ. പെണ്ണൊക്കെ അറിയോ? അതൊക്കെ പറ്റി കട്ട് ചെയ്തല്ലേ. ഈ മെജുക്ക് ഒന്നും അറിയില്ല.
പിന്നെ ഇതാ മുത്തൂസിൻ്റെ നല്ല ചിക്കൻ കറി ഇതാ തിളച്ച് മറിയുന്നു. അതിലേക്കുള്ള മല്ലിച്ചപ്പും പുതിയ ഇതിൻ്റെ മുകളിലിരിക്കുന്നു. സമൂസക്കല്ലാണ് മുത്തൂസുണ്ടോ ഇത്രയും നേരമായിട്ട് ആകെ പരത്തിയത് ഒരു പത്തിരി അല്ലേ? അത് തട്ടിക്കൂട്ടാണ് പരത്തിയിട്ട് ഇവിടെ പരത്തിയതാണ്. മുത്തൂസ് ഇതാ കസ്റ്റർഡ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇതിലേക്കുള്ളതാണ് നമ്മളെ ഫ്രൂട്ട്സ്. ഫ്രിഡ്ജിൽ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ ഫ്രിഡ്ജ് അങ്ങനെ ഞങ്ങൾ വളരെയധികം സൂക്ഷ്മമായി വെക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഇതാ മുത്തൂസ് ഇത് നല്ല വറുത്തരച്ചിട്ടാണ് കറി വെക്കണമെന്ന്, ചിക്കൻ കറി. അതിന് തേങ്ങ അതവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊടിച്ചിട്ട് അരച്ചിട്ട് കറി പോയി കളയണം. പിന്നെ പാലിൻ്റെ എല്ലാം വേണമല്ലോ. മുത്തൂസ് പാക്കറ്റ് പാല് മേടിച്ചാൽ പറയാൻ പറഞ്ഞിട്ട് കുട്ടിക്ക് കുടിക്കാൻ മേടിച്ച പാലുണ്ട്, അതുകൊണ്ടൊന്ന് ജ്യൂസ് അടിക്കണേ. നമ്മള് ഈ ഈത്തപ്പഴം ജ്യൂസ് അടിക്കണത് ഈത്തപ്പഴം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഈത്തപ്പഴം. എല്ലാ ഐജാതി പണികളൊക്കെ മുത്തൂസ് എനിക്ക് തരാം. ഞാൻ പാവം അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കാം. ചിക്കനോ ചിക്കു ആണെങ്കിലോ ചിക്കോട്ടാ ഈത്തപ്പഴം വെച്ച് ചിക്കു ജ്യൂസോ. അങ്ങനെതാ നമ്മുടെ ജ്യൂസ് നമ്മള് കുറച്ച് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കേട്ടോ. ഈത്തപ്പഴം അതേപോലെ തന്നെ ചിക്കും റോബസ്റ്റും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൊളാബ് ജ്യൂസ് ഉണ്ടാക്കി. കുടിച്ചു നോക്കുമ്പോ പറയാം കൊളായിക്കണമെന്നുള്ളത്. അപ്പൊ എന്റെ പണിയൊക്കെ കഴിഞ്ഞു. കറി തേങ്ങ അരച്ച് വെച്ചു, ചായ ഉണ്ടാക്കി, പത്തിരി. ഈ 3 സാധനം മാത്രം മുത്തൂസ് ഉണ്ടാക്കിയത്. സമൂസ മുത്തൂസ് ഉണ്ടാക്കുള്ളല്ലോ, ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ലല്ലോ. വൃത്തിയാക്കല് മുത്തൂസല്ലേ വൃത്തിയാക്കല് സാധാരണ. അപ്പൊ മുത്തൂസന്നല്ലേ വൃത്തിയാക്കണ്ടായത്. അപ്പൊ മുത്തൂസ് വൃത്തിയാക്കും. അപ്പൊ പ്രശ്നം തീർന്നു. എന്റെ പണി കഴിഞ്ഞു. എന്റെ ഫ്രൂട്ട്സ് കട്ടിങ് കഴിഞ്ഞു, ജ്യൂസ് അടിക്കല് കഴിഞ്ഞു. എനിക്ക് സമൂസ പരത്താന് നല്ല ഷേപ്പ് കിട്ടില്ല. എന്ത് നന്നായിട്ട് പത്തിരി ഇട്ടെങ്കിൽ നാളത്തെ കണ്ടില്ല. പത്തിരി വരുത്താനേ പ്രസ്സിൽ കുറച്ച് വലുതാക്കി വരുത്താനല്ലേ. ഞങ്ങൾക്ക് ഞാൻ പത്തിരി എന്റെ ചപ്പാത്തി ഞാൻ പരത്തി കൊടുക്കണം അല്ലേ? നല്ല സമൂസ ഉണ്ടാക്കുള്ളൂ, അല്ലെങ്കിൽ സമൂസ അല്ല. അവസ്ഥ ആയിക്കോട്ടെ. പാകോൾ ഉണ്ടാക്കിയ പണിയാണ് ഇപ്പൊ ഇത്. ഒരു കറിയിൽ തേങ്ങ അരച്ച് വയ്ക്കലും, ഒരു ചായയിൽ കുറച്ച് പാൽ വെച്ചാലും, പത്തിരി പരത്തലും. ചായ പാൽ വെച്ചതല്ലേ ചായ ഉണ്ടാക്കി. പത്തിരി അയക്കാറ പത്തിരി ആവുന്നില്ല. അതിന് എത്രയൊക്കെ പണി ഉണ്ടാരോ. പാട്ടണം, കൊയ്ക്കണം, പരത്തണം, ചുടണം, കറിയോ. ഇതൊക്കെ ഇപ്പൊ എല്ലാവരും ചെയ്യണല്ലേ. ആകെ 2 ഉള്ളിയാണ് എടുത്തത്. അത് അതിനകത്തന്നെ അങ്ങനെ എടുക്കണം. കണക്കാണ്. നമ്മളെ കോഴിക്കോടും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണ സമൂസയാണ്. ഷേപ്പിന്റെ മുത്തൂസ നല്ല അടിപൊളി ഷേപ്പിലുണ്ടാക്കണേ അല്ല മുത്തൂസ? എത്ര കാലായി എന്നറിയാം. ഇതുവരെ ഓളൊരു പത്തിരി വരുത്താൻ പഠിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരയ്ക്കാൻ കാണിച്ചുതരാം എങ്ങനെ ആക്കണ്ടെന്നുള്ളത്. ഇതിലെങ്ങനെ മസാല എങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഇതിങ്ങനെ അല്ല, എന്നിട്ട് ഇവിടെ ഞാൻ പ്രസ് ചെയ്യാം. ഇപ്പൊ തൊട്ട് മറ്റേ ഇതാവും ഇങ്ങനെ നിക്ക് ഇതിക്ക് നിറയ്ക്കുക. കുറച്ച് കുത്തി നിറയ്ക്കൊന്നും വേണ്ട, പാകത്തിന്. എന്നിട്ട് ഈ സാധനമില്ലേ ഇത് ഇങ്ങോട്ട് ഒട്ടിക്കാം. എന്നിട്ട് ഇവിടെ സൈഡിലും ഇതേപോലെ മടക്കി കൊടുക്കുക. കഴിഞ്ഞു. സിമ്പിൾ സിമ്പിൾ. ബാക്കി ഒക്കെ ഉണ്ടാക്കി മുത്തൂസ് സമൂസ ഉണ്ടാക്കി നോക്കി. എന്നെ കൂടെ നടക്കില്ല. അവസാനം മുത്തൂസിനെ ഏൽപ്പിച്ചു. ഞാൻ എന്താ കട്ട് ചെയ്തു ഒക്കെ കൊളാക്കി.
ഇക്ക കട്ട് ചെയ്തില്ല, ഞാൻ കട്ട് ചെയ്ത് ഇനി മുതൽ ഇക്കനെ പരത്താനാക്കും. രണ്ടൊക്കെ ഉണ്ടാക്കി ഷേപ്പ് സമൂസന്റെ ഷേപ്പാൻ പോലും ഇത്. അതെ കറക്റ്റ്, അതാണ് അതിന്റെ കറക്റ്റ്. ഇത് ഒട്ടിച്ചു അടായൊക്കെ പോലെ കൂട്ടി പിടിച്ചിട്ട് ഇതല്ലേ ഞാനല്ല പത്രയും പാറ്റി ശരിക്ക് ഷേപ്പ് ഇട്ടില്ല ഞാൻ പറഞ്ഞുള്ളൂ. റൗണ്ട് ഷേപ്പ് നല്ല കറക്റ്റ് ആയിട്ട് പരത്ത എക്സ്പെർട്ട് അല്ലേ. ഇന്നലെ ഇപ്പൊ ഈ കോലൊക്കെ വന്നത് പണ്ട് മറ്റേ 1 ഇഞ്ചിന്റെ പൈപ്പ് കൊണ്ടൊക്കെയാണ് വരുത്തിയാണ്. ഇപ്പോഴും അങ്ങനെ ആക്കുന്നവരുണ്ട്, ചിലർക്ക് അതിലാക്കിയാലും റെഡിയാവും. ഉണ്ടാക്കിട്ട് തരുന്നത് സമൂസന്റെ ഷേപ്പ് മാറ്റാനൊക്കെ. പണി കഴിഞ്ഞു ഇവിടെ. ഇവരാണ് മുത്തോസം 1 മണിക്കൂറൊന്ന് കഷ്ടപ്പെട്ടിരുന്നത് 2:10 വരുത്താന്. ഞാൻ അപ്പം തുടങ്ങിയിട്ടുള്ളേ കേട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി സമൂസ പൊരിക്കാനും കൂടി ഉള്ളു. ക്ലീനിങ് ഒക്കെ ഉണ്ട്. ക്ലീനിങ് മുത്തൂസിന് സിമ്പിൾ പണിയാണ് അല്ല മുത്തൂസേ. ഇപ്പൊ ഈ കാണുന്ന അടുക്കളേ ഞാൻ എന്റെ പഴയ അടുക്കള ആക്കണം അത്രക്ക് ഉണ്ട് ഇവിടെ പരത്തിച്ചു. ഞാൻ റെഡി എടുത്തൊക്കെ ഞാൻ അതേപോലെ ഫുള്ള് റെഡി ആക്കി എടുത്ത് വെച്ചേക്കണോ. എവിടെ ഞാനൊക്കെ വൃത്തിയാക്കിയത് ഫ്രൂട്ട്സ് അതിനകത്ത് അവിടെ ഉള്ള തോല് കഴിഞ്ഞ അവിടെ പരത്തിച്ചു. ജ്യൂസ് അടിച്ചിട്ട് അത് ജഗ്ഗൊക്കെ വെച്ചിട്ട് അവിടെ ഫുള്ള് ചിന്തിച്ചു. പാല് ചിന്തിച്ച അതിന്റെ ജ്യൂസ് ഇതൊക്കെ അവസാനം വൃത്തിയാക്കുക. അങ്ങനെ സമൂസ പൊരിക്കലും കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ പരിപാടി കഴിഞ്ഞില്ലേ? വൃത്തിയാക്കാണ്ട് മുത്തൂസനെ കൂടി കഴിഞ്ഞ നോമ്പ് തുറന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓ പാവന്റെ മുത്തൂസ് ഫേട്ടാൻ മതിയായിരുന്നു. ചടപ്പോണാക്കി ഫേടാൻ പറ്റൂല. കഴിഞ്ഞു ഈ ക്ലീനാക്കി മുത്തൂസിന് ഏസി ഇടാം അല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് കണ്ടില്ലേ. ഇപ്പോൾ അടുക്കേണ്ട അവസ്ഥ എങ്ങനെയാണ്? ഞാൻ മുത്തൂസിതാ ഒക്കെ ഒന്ന് തുടച്ച് അങ്ങനെ ക്ലീനാക്കി കാണിച്ചു തരാം. അപ്പൊ നോമ്പ് തുറന്നുകൊണ്ടിരിക്കാണ്. ഇതെല്ലാം കൂടെ കഴിഞ്ഞതിന് ബാങ്ക് കൊടുത്തു. വേഗം നോമ്പ് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഐറ്റംസ് ഇതാ ഈത്തപ്പഴ ജ്യൂസ്, ഇതാ കസ്റ്റഡ്, പത്തിരി, ചിക്കൻ കറി. എല്ലാം കഴിച്ചാൻ പോയിക്കുക നേരത്തെ. അപ്പൊ ഇതാ 3 ഐറ്റംസ് ഉള്ളത്. അപ്പൊ അടുത്ത മനോഹരമായ രസകരമായ പുതിയ കാഴ്ചകളും പുതിയ ഡിസ്മൈൻഡ്